നാടൻ ഭാഷയുടെ കാലമാണിത്. മികവ് കാണിച്ചാലും അബദ്ധം പറ്റിയാലും ഒരുപോലെ നാടൻ ഭാഷയുടെ തലയിൽ കെട്ടിവയ്ക്കുന്ന കാലം. നാടൻ ഭാഷാ പ്രയോഗത്തിന്റെ കാര്യത്തിൽ മണിയാശാനും EP ജയരാജനും മേലെ ഒരു കസേരയും ഇട്ടിരിക്കുന്ന ആളാണ് സാക്ഷാൽ PK ബഷീർ. ആള് മുസ്ലിം ലീഗാണ് എന്നതുകൊണ്ട് ഏറനാടൻ ഭാഷ മാത്രമേ അറിയൂ എന്നോ അന്താരാഷ്ട്ര ഭാഷകൾ ഒന്നും അറിയില്ല എന്നോ ആരെങ്കിലും ധരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട. പിണറായി വിജയൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി സെൻകുമാർ കേസിൽ സർക്കാർ സുപ്രീം കോടതിയോട് മാപ്പ് പറഞ്ഞു എന്ന് ബഷീർ മനസ്സിലാക്കിയത് ഇംഗ്ലീഷിലുള്ള നളിനി നെറ്റോയുടെ അപേക്ഷ വായിച്ചിട്ടാണ്. ഇപ്പോഴും മാപ്പ് പറഞ്ഞില്ല എന്ന് പറയുന്നത് പിണറായിക്ക് ഇംഗ്ലീഷ് മനസ്സിലാകാനിട്ടാണത്രേ. ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലേ? എന്റെ നാട്ടുകാരനാണ് സ്വരാജ്. സ്വരാജിന് അത്യാവശ്യം ഒരു വക്കീലിന്റെ ഒരു LLB ഒക്കെ കിട്ടിയാണ്. ഒന്ന് പറഞ്ഞു കൊടുക്കണം. സഖാവേ ഇംഗ്ലീഷ് പറ. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണ്. പണ്ട് നായനാർ ഇംഗ്ലീഷ് ബാപ്പോട് പറഞ്ഞു. ഞാൻ നായനാർ ഇംഗ്ലീഷ് പറയാൻ ബ്രിട്ടീഷുകാർ പോയിരുന്നില്ല. ഇപ്പൊ ഞാനെ പറഞ്ഞാണ്ട് അതുകൊണ്ട് കൊള്ളാൻ നിൽക്കണ്ട. അല്ല ഇപ്പൊ എന്താ പറയുന്നത്? ലെറ്റസ് കംപ്ലീറ്റ്ലി ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ, മലയാളത്തിൽ പറഞ്ഞു തരാം. ഇന്നലെ നളിനിയുടെ ചീഫ് സെക്രട്ടറി എന്താ പറഞ്ഞത്? ഐ ടെൻഡർ മൈ അൺക്വാളിഫൈഡ് അപ്പോളജി ഫോർ അല്ലെ അതെ അതിന്റെ വർത്താനം എന്താ? ഇയാളത് ഏത് ഭാഷയെ പറയുന്നത്? தெரியாதா இங்கிலீஷ்? அண்ணன் மதுராவில் 5 பெரிய டியூட்டோரியல் காலேஜ் வச்சிருக்கு சார். எல்லாத்துக்கும் இவரு தான் பிரின்சிபல். ഇതിക്കൊക്കെ നല്ല വിവരമുണ്ട്. നിങ്ങൾ വിചാരിച്ച ഞാൻ പൊട്ടനാ? ഞാൻ ഒരു പൊട്ടനതല്ല. ഞാനൊക്കെ ഗവൺമെന്റ് പഠിച്ചാ. ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചാ. ഇന്ത്യ അത്ര ഫ്ലുവന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. എനിക്ക് കൂടുതൽ അറിയാം. ഇന്ത്യക്കത് അറിയില്ല. ഇരിക്കൊക്കെ തീരും. ഇതൊക്കെ ഇതൊരു വായിച്ചോക്കെ. ഈ അപ്പോളജി നടക്കണ്ട എക്സ്ക്യൂസ് മീ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് മനസ്സിലാവുള്ളൂ. ഞങ്ങൾക്ക് അപ്പോളജി ആണ് മനസ്സിലാവും. അവിടെയാണോ പ്രശ്നം? இங்கிலீஷ் பெரிய நாலேஜ். ஆமா, என்ன செய்ய முடியும்? இங்கிலீஷ்லயே பேசி பழக்கமாய் போச்சு. ஆனா நீங்க மலையாளம் இல்லையா? അതെ. ஆமா, நானும் மலையாளி தான். I'm Malayali, you Malayali. We are Malayalis. What a story. എന്താ കഥ? എന്നാ പിന്നെ മലയാളത്തിൽ സംസാരിച്ചാ പോരെ? ഇംഗ്ലീഷ് ആയിരുന്നു സുഖം. ആനാ ഇവർ ഫ്ലുവന്റ് അല്ലെന്നാ എന്നെ പണ്ണ മുടിയും. കണ്ടിന്യൂ. ഓക്കെ, കം ടു ദ പോയിന്റ്. എന്നാ പിന്നെ കണ്ടിന്യൂ. ഇംഗ്ലീഷിലുള്ള വൈദഗ്ധ്യം തെളിയിച്ച സ്ഥിതിക്ക് മലയാളത്തിൽ കണ്ടിന്യൂ ബഷീർക്ക. പിണറായിയെ വിജയേട്ട എന്ന് വിളിച്ച് കുഴപ്പത്തിൽ ചാടിയ ശൈലജ ടീച്ചറുടെ വകുപ്പിന്റെ കാര്യം തന്നെ ആയിക്കോട്ടെ. ആദ്യം നിങ്ങൾ എന്ത് വിമർശിച്ചാലും ആർദ്രം പദ്ധതി പോലെ എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവന്നു അവർ. സർക്കാരിന് ആർദ്രം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല എന്നാണ് സത്യം. എല്ലാ നിയമങ്ങളും പാലിച്ച് ഉത്തരവ് നടപ്പാക്കാൻ മനസ്സ് കാണിക്കാത്തത് അത് നിങ്ങൾക്ക് ആർദ്രത്തിന്റെ പരിപാടി ഉണ്ടോ? നിങ്ങൾ പറയും. വേറെന്തോ വലുത് വരാനിരുന്ന നിങ്ങൾക്ക് ആരുടെയും ആർദ്രങ്ങൾ എന്ത് കുന്തോണ് നീ പറയണേ? അതെ, എല്ലാവർക്കും തീരും. ഞാൻ പറഞ്ഞതിന്റെ കണ്ടൻസ് എന്താ അത്ര മനസ്സിലാക്കിയാൽ നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ അതിന്റെ കണ്ടൻസ് അത്ര മനസ്സിലാക്കിയാൽ മതി. അതൊക്കെ പിന്നെ പറയാം. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. നാടൻ ഭാഷയ്ക്ക് നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ അടുത്ത പ്രസംഗത്തിന് നാടൻ ഭാഷയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും പറയാ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരമുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാഴ്ചയാ മതിയല്ലോ എന്ന് കരുതിയാ. മാത്രമല്ല മലയാളത്തിലെ കടുകെട്ടി വാക്കുകൾ നിങ്ങളെ പോലുള്ള മാനദണ്ഡമുള്ളവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മാനദണ്ഡം എന്ന് വെച്ചാ? മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ദണ്ഡം, വിഷമം, മനപ്രയാസം. പഹയ ഒരു കവിത എഴുതി കൊടുത്ത എനിക്ക് സമയമായിട്ട് എഴുതിക്കളെ. അത് മതി. അങ്ങനെയാണ് PK ബഷീർ ദീർഘമായ ഒരു കവിത പ്രസംഗ രൂപത്തിൽ എഴുതാൻ തീരുമാനിച്ചത്. പിണറായി സർക്കാരിനെതിരെ അടിമുടി ഉറഞ്ഞു തുള്ളുക എന്നതാണ് കവിതയുടെ ലക്ഷ്യം. ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർക്കാണ് ആദ്യ വരികൾ സമർപ്പിക്കുന്നത്. സാർ, നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അവരൊരു ഭാഗ്യവശാസം. അവർക്ക് ഈ അടുത്ത കാലത്ത് ചിക്കൻ പോക്സ് ഉണ്ടായി. ഈ ചിക്കൻ പോക്സ് ഉണ്ടായ സാർ ഒരു അമ്മ വിളയാട്ടമാണെന്നാണ് പഴയ കാലത്ത് പറയുന്നത്. ദേവിയുടെ അനുഗ്രഹമാണെന്നാണ് പഴമക്കാർ പറയാത്തത്. അതുകൊണ്ട് തന്നെ സാർ ഞാൻ അവരെ വല്ലാതെ അങ്ങോട്ട് വിമർശിക്കുന്നില്ല. കാരണം ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. കാരണം അവര് നിഷ്കളങ്കയാണ്. അതുകൊണ്ടാണല്ലോ സാർ എല്ലാം ശരിയാവുകയില്ല എന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അല്ല, നിഷ്കളങ്ക അല്ലെങ്കിൽ പറയുമല്ലോ. കാരണം പ്രത്യേകിച്ച് പിണറായി മുഖ്യമന്ത്രി ആവുന്നതൊക്കെ ഇങ്ങനെ പറയണമെങ്കിൽ ചില്ലറ ധൈര്യമൊന്നും പോരല്ലോ. അത് സമ്മതിച്ചേ പറ്റൂ. പിണറായി വിജയനെ വിമർശിക്കാൻ ഒരു ശൈലജ ടീച്ചറെങ്കിലും ഉണ്ടല്ലോ. തങ്ങളെയോ കുഞ്ഞാലിക്കുട്ടിയെയോ വിമർശിച്ചാൽ മുസ്ലിം ലീഗിലെ സ്ത്രീകളുടെ പോയിട്ട് പുരുഷന്മാരുടെ സ്ഥിതി തന്നെ എന്താകുമെന്ന് പറയേണ്ടതേയില്ല. ബഷീറിനത് നന്നായി അറിയുകയും ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ബഷീർക്ക? എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയണ്ടേ. ഇന്നലെ ഇവിടെ പ്രസംഗം തുടങ്ങുമ്പോൾ ഷംഷീർ പറഞ്ഞു അബ്ദുറബിന്റെ ബംഗ്ലാവ് അതിന്റെ പേര് ഗ്രേസ് ആക്കി മാറ്റി. പാത്തുമ്മയാക്കി. എന്താ പാത്തുമ്മയുടെ പേര് മറ്റേ മോശ? നിങ്ങളൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ എത്ര പാത്തുമ്മയുടെ പേര്? എത്ര ആണ്ട്? അല്ലെങ്കിലും അബ്ദുറബിന്റെ വീടിന്റെ പേരുമാറ്റത്തിലും ഒരു പാത്തുമ്മയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ.
പക്ഷേ ലീഗിന്റെ പച്ചപ്രേമത്തെക്കുറിച്ചും സഖാക്കൾ എപ്പോഴും പറയുന്നുണ്ട്. അബ്ദുറബിന്റെ കാലത്ത് നടപ്പാക്കിയ ആ പച്ച ബ്ലൗസിന്റെയൊക്കെ കഥ. പിന്നെ നിങ്ങൾ ഈ പച്ച ബ്ലൗസ് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരുടെ ഡ്രസ്സ് പച്ച, അതൊരു ചൊറുക്കിന്റെ ഡ്രസ്സാ, അത് മനസ്സിലാക്കണം. അത് സൗന്ദര്യം വർദ്ധിപ്പിക്കും. നിങ്ങൾ ടീച്ചർ ചാണക പച്ച എത്തുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങളെന്നെ പറയുന്നില്ലേ അരിത കേരളം അതും പച്ചല്ലേ? അതിന് മലയാളം സുധാകരൻ സാറ് തോന്നുന്നത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങൾക്കാണ് മലയാള ഭാഷയെ കുറിച്ച് നൈപുണ്യമുള്ളത്. അതെ, അക്കാര്യത്തിൽ ബഷീറിനും സംശയമേ ഇല്ല. സുധാകരൻ സഖാവിനോട് ചോദിച്ചാൽ തീരുന്ന പച്ച പ്രശ്നം മാത്രമേ ഇടതുപക്ഷത്തുള്ളവർക്കുള്ളൂ. വെറുതെ ലീഗിന്റെ തലയിൽ കയറുകയാണ്. വെറുതെ ലീഗ് വിരോധം കയറി പച്ചനോട് കൂടി ദേഷ്യം വേണ്ട. റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ പച്ച അതിങ്ങനെ ക്ലിയർ ആണ്. ബാക്കി ചോപ്പ് കണ്ടാൽ മനുഷ്യന്മാർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും പക്ഷേ സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഉണ്ടായില്ല എന്നാണല്ലോ സഖാക്കൾ പറയുന്നത്. അധികാരത്തിൽ വന്നിട്ട് അത്രയൊന്നും കാലമായിട്ടുമില്ലല്ലോ. നിങ്ങളിങ്ങനെ പ്രഖ്യാപിച്ചാൽ മതി. നിങ്ങൾ അനങ്ങിയാ പറയും 5 കൊല്ലം 5 കഴിഞ്ഞ് ഒരു പെണ്ണെട്ടിക്കാട് 10 മാസം കഴിഞ്ഞാൽ പെണ്ണ് വെറും. ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും ഒരു സംഗതി പുതിയൊരു പദ്ധതി ഉണ്ടാക്കിക്കണം. പദ്ധതികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രമാത്രം ആലോചനകൾ നടത്തിയിട്ടാണ് ഒരു പദ്ധതിയൊക്കെ പ്രഖ്യാപിക്കേണ്ടത്? CPM-ന്റെ ആ ഒരു സംഘടനാ സെറ്റപ്പിനെ കുറിച്ചൊക്കെ ബഷീറിന് നല്ല ധാരണയുമാണ്. 84 ആൾക്കാർ കൂടിയ 3 ദിവസം ചർച്ച, 9 ആൾ കൂടിയ സെക്രട്ടേറിയറ്റ് ഒരു ദിവസം മുഴുവൻ ചർച്ച. ഇങ്ങോട്ടാണെങ്കിൽ ഇതൊക്കെ തെറ്റ് തിരുത്താൻ പറ്റില്ല. എന്നാ ഞങ്ങൾ ഈ കോൺഗ്രസിനെ വാങ്ങി പഠിച്ചോക്കെ 2 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞു, പ്രശ്നമില്ലല്ലോ. അങ്ങനെയെങ്കിലും അവർ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ലീഗ് എന്താണ് ചെയ്യുക? എല്ലാം ഒരാളങ്ങ് തീരുമാനിച്ച് തങ്ങളുടെ പേരിൽ പ്രഖ്യാപിക്കും. പിന്നെ കോഴി ബിരിയാണിയും തിന്ന് സ്ഥലം വിടും. അതല്ലേ പരിപാടി? ഞങ്ങൾ 2 മണിക്കൂർ കൂടി ബിരിയാണിയും പോയി ബിരിയാണി ഒക്കെ തിന്നിട്ട് ഞങ്ങൾ എത്തിയാലും ഇങ്ങനെ മാതിരി അല്ല. ഇങ്ങനെ എന്താ പറയാ, ഒരു ബ്രാഞ്ച് കമ്മിറ്റി, അവിടുത്തെ റിപ്പോർട്ട് ലോക്കൽ കമ്മിറ്റി, അവിടുത്തെ റിപ്പോർട്ട് ഏരിയ കമ്മിറ്റി, അവിടുത്തെ കമ്മിറ്റി DC ജില്ലാ കമ്മിറ്റി, അവിടുത്തെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി, അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ്, അത് കഴിഞ്ഞിട്ട് കേന്ദ്ര കമ്മിറ്റി, അത് കഴിഞ്ഞിട്ട് PB. അപ്പൊ അതിന് 8 മാസം നാട്ടിൽ നടക്കേണ്ട മുഴുവൻ നടത്തും.